നമസ്കാരം. മരണം കാത്തുകിടക്കുന്നു ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൗസിലെത്തുന്ന അത്ഭുത മരുന്നെന്താ? അമേരിക്കൻ പ്രസിഡന്റിന്റെ ആരോഗ്യ വിവരങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നുണ്ടോ എന്ന ചോദ്യവും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് എന്നുള്ളത്. അമേരിക്കയിൽ ആർക്കും കിട്ടാത്ത അത്ഭുത മരുന്ന് വൈറ്റ് ഹൗസിലെത്തിയോ എന്നറിയേണ്ട ഒരു ബാധ്യതയിലേക്ക് ലോകം എത്തിച്ചിരിക്കുന്നു. 79 വയസ്സ് തികയുന്ന രഹസ്യ VIP എന്ന് പറയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് ആണോ എന്നറിയുവാനുള്ള ആകാംക്ഷയിലാണ് ലോകം. അമേരിക്കൻ പൗരന്മാർക്ക് പോലും ഇതുവരെ ലഭ്യമാകാത്ത ഒരു അതീവ രഹസ്യ മരുന്ന് ഒടുവിൽ ഡൊണാൾഡ് ട്രംപിന്റെ കൈകളിൽ എത്തി. അമേരിക്കൻ രാഷ്ട്രീയ ആരോഗ്യ മേഖലകളെ ഒരേപോലെ ഉലച്ചുകൊണ്ട് പ്രമുഖ മാധ്യമമായിട്ടുള്ള സ്റ്റാറ്റ് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് വൻ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് എന്നുള്ള. ലോക പ്രശസ്ത ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിട്ടുള്ള എല്ലി ലില്ലി അത് വികസിപ്പിച്ചെടുത്ത ശരീരഭാരം കുറയ്ക്കുവാനുള്ള ഏറ്റവും പുതിയ മരുന്നായിട്ടുള്ള ഈ റെറ്റാട്രൂട്രൈഡ് എന്ന് പറയപ്പെടുന്ന ഒരു മെഡിസിൻ അമേരിക്കയിൽ അതീവ സ്വാധീനമുള്ള ഒരു VIP പ്രത്യേക അനുമതിയോടെ നൽകിയെന്നാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ രഹസ്യ സ്വീകർത്താവ് മറ്റാരുമല്ല, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് എന്ന സൂചനകൾ പുറത്തു വന്നതോടെ വൈറ്റ് ഹൗസ് പ്രതിരോധത്തിലായിരിക്കും. ഈ VIP മരുന്ന് പ്രയോഗത്തിന് പിന്നിലെ നിഗൂഢതകൾ പുറത്തു വരുമ്പോൾ വൈറ്റ് ഹൗസിലെത്തുന്ന ആ അത്ഭുത മരുന്ന് എന്തിനെത്തി എന്നുള്ള ചോദ്യം വരുന്നു. മരണം കാത്തു കിടക്കുകയാണോ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള ചോദ്യവും ലോകം ചോദിക്കുന്നുണ്ട്. എന്നാൽ റിപ്പോർട്ടിൽ ആ വ്യക്തിയുടെ പേര് നേരിട്ട് പരാമർശിച്ചിട്ടില്ല. എന്നിരുന്നാലും അസാധാരണമായ രാഷ്ട്രീയ ഭരണ സ്വാധീനമുള്ള ഒരാൾക്കാണ് മരുന്ന് ലഭ്യമാക്കിയത് എന്നുള്ള സൂചനകൾ റിപ്പോർട്ടിലുണ്ട്. ഇതോടുകൂടിയാണ് ആ വ്യക്തി ട്രംപ് ആണോ എന്ന ചർച്ചകൾ ശക്തമായത്. അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിട്ടുള്ള എലി ലില്ലി വികസിപ്പിച്ചെടുത്ത റെറ്റാട്രൂട്രൈഡ് എന്ന് പറയപ്പെടുന്ന ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലുള്ള മരുന്നാണ് ഈ പറയുന്ന മരുന്ന്. അമിത വണ്ണം കുറയ്ക്കുന്നതിൽ വിപ്ലവകരമായിട്ടുള്ള ഫലങ്ങൾ നൽകാൻ സാധ്യതയുള്ള മരുന്നായാണ് ഇതിനെ ആരോഗ്യ വിദഗ്ധരടക്കം വിലയിരുത്തുന്നത്. എന്നാൽ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ പൂർണ്ണമായിട്ടുള്ള അനുമതി അതിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലെ സീനിയർ ക്ലിനീഷ്യനായിട്ടുള്ള ഡോക്ടർ രംഗനാഥ് മുനിയപ്പയാണ് കഴിഞ്ഞ ഏപ്രിൽ ഈ മരുന്ന് പ്രത്യേക അനുമതിയോടെ ലഭ്യമാക്കാൻ അപേക്ഷ നൽകിയത്. ഗുരുതരമായിട്ടുള്ള അമിതവണ്ണം, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, മാത്രമല്ല പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന 79 വയസ്സുള്ള ഒരു രോഗിക്ക് വേണ്ടിയിട്ടാണ് അപേക്ഷ സമർപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്നത് ശ്വാസകോശത്തിലെ രക്തസമ്മർദ്ദം അപകടകരമായി ഉയരുന്ന ഒരു അവസ്ഥയാണ്. ഇത് ജീവന് ഭീഷണിയാകുവാൻ സാധ്യതയുള്ള ഗുരുതര രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഈ ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മോശം വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായം പ്രശ്നം തന്നെയാണ്, 80 വയസ്സോളം ആകുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പല ആരോഗ്യ പ്രശ്നങ്ങളും പുറത്തു വരാറുണ്ട്, പലതും പുറത്തു വരാറില്ല. എന്നാൽ ഇപ്പോൾ ഈ വരുന്ന ഈ പൾമണറി ഹൈപ്പർ ടെൻഷന് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ എന്ന് പറയപ്പെടുന്നതിനെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ശ്വാസകോശത്തിലെ രക്തസമ്മർദ്ദം അതികഠിനമായി വരുമ്പോൾ അത് അപകടകരമായി മാറുന്ന ഒരവസ്ഥയിലേക്ക്, അവിടെയാണ് ഈ മരണം എപ്പോഴും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത്. അതൊരു ഗുരുതര രോഗമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് മരണബാധിതനാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. സാധാരണ സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലാത്ത പരീക്ഷണാത്മക മരുന്നുകൾ ഗുരുതരമായതോ ജീവന് ഭീഷണിയാകുന്നതോ ആയിട്ടുള്ള രോഗാവസ്ഥകൾ നേരിടുന്ന രോഗികൾക്ക് നൽകാൻ അമേരിക്കയിൽ ഈ കാമ്പഷനേറ്റ് യൂസ് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള പ്രത്യേക പദ്ധതി അത് നിലവിലുണ്ട്. അപ്പൊ ഈ പദ്ധതിയിലൂടെയാണ് മരുന്ന് ലഭ്യമാക്കിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പറയുന്നത്. അപ്പോൾ ഓരോ അപേക്ഷയും രോഗിയുടെ ആരോഗ്യനിലയും നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങളും പരിഗണിച്ചാണ് അംഗീകരിക്കുന്നത് എന്നാണ് അമേരിക്കൻ ആരോഗ്യ മനുഷ്യ സേവന വകുപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇപ്പോഴാ ഈ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതോടെ ആ രോഗി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണോ എന്ന ചോദ്യവുമായിട്ട് മാധ്യമങ്ങൾ വൈറ്റ് ഹൗസിനെ സമീപിച്ചു. എന്നാൽ വൈറ്റ് ഹൗസ് വക്താവായിട്ടുള്ള കുഷ് ദേശായി ഇക്കാര്യം നേരിട്ട് നിഷേധിച്ചില്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പകരം ട്രംപിന്റെ ഏറ്റവും പുതിയ ആരോഗ്യ വിലയിരുത്തൽ റിപ്പോർട്ട് പരിശോധിക്കുവാൻ മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് നിർദ്ദേശിച്ചത്. എന്നാൽ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ ഈ പറയുന്ന സ്ലീപ്പ് അപ്നിയോയോ എന്ന് പറയപ്പെടുന്ന പൾമണറി ഹൈപ്പർ ടെൻഷനെയോ കുറിച്ചുള്ള ഒരു തരത്തിലുള്ള വ്യക്തമായിട്ടുള്ള പരാമർശങ്ങളൊന്നും ഇല്ല എന്നാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയും പ്രസിഡന്റിന്റെ ആരോഗ്യ വിവരങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നുണ്ടോ എന്ന ചോദ്യവും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ആരോഗ്യസ്ഥിതി ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പരസ്യമാക്കേണ്ടതുണ്ടോ എന്ന ചർച്ചയടക്കം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. അതേസമയം ട്രംപിന് ഈ പറയുന്ന റെറ്റാട്രൂട്രൈഡ് എന്ന് പറയപ്പെടുന്ന ലഭിച്ചു എന്ന കാര്യം ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ റിപ്പോർട്ടിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അവകാശവാദങ്ങളെ നിലവിൽ സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങളായിട്ട് തന്നെയാണ് കാണേണ്ടത്. എന്നിരുന്നാലും പൊതുജനങ്ങൾക്ക് ഇതുവരെ ലഭ്യമല്ലാത്ത ഒരു പരീക്ഷണാത്മക മരുന്ന് സ്വാധീനമുള്ള വ്യക്തികൾക്ക് പ്രത്യേക പരിഗണനയോടെ ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഈ റിപ്പോർട്ട് വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അവിടെയാണ് ട്രംപ് മരണം കാത്തു കിടക്കുകയാണ് എന്ന് പറയപ്പെടുന്ന ചോദ്യവും പ്രസക്തമാവുന്നത്. വൈറ്റ് ഹൗസിലെത്തുന്ന ഈ അത്ഭുത മരുന്ന് മരണത്തിൽ നിന്നും ഡൊണാൾഡ് ട്രംപിനെ കരകയറ്റുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്.